ആരാണ് ഈ രാജാവ് എന്ന ചോദ്യത്തിന് ഹൃദയങ്ങൾ കിടക്കിയവനാണ് രാജാവ് എന്ന് മറുപടി പറഞ്ഞൊരു വാമൊഴിക്കഥയിലെ പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തകർന്നു വീണൊരു വ്യൂഹത്തിൽ നിന്നും ഉയർത്തി നിൽക്കുന്ന നായകന്മാരെ ബ്രഹ്മാണ്ഡ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതർക്ക് ഏകെ ഷേറെ ഇസ്കാ നാമേ രാഹുൽ ഗാന്ധി. I, Rahul Gandhi, having been elected a member of the House of the People. തിരഞ്ഞെടുപ്പ് സമയത്ത് കോനെ രാഹുൽ ഗാന്ധി എന്ന BJP നേതാക്കളുടെ പരിഹാസോദ്യത്തിന് മേ വിപക്ഷിതാക്ക നേതാ എന്ന് ക്യാബിനറ്റ് പദവി നേടി മറുപടി കൊടുത്ത നേതാവ്. പപ്പു വിളികളോടും നിഷേധിക്കപ്പെട്ട അംഗത്വത്തോടും ചാർത്തപ്പെട്ട കേസുകളോടും ദാദ എന്ന രാഹുൽ ഗാന്ധിയുടെ മധുര പ്രതികാരം. വർഗീയതയുടെയും വംശീയതയുടെയും വർഗവേദനയുടെയും രാഷ്ട്രീയത്തോട് സത്യത്തിൻ്റെയും അഭയത്തിൻ്റെയും നിർഭയത്വത്തിൻ്റെയും അഹിംസയുടെയും സഹാനുഭൂതിയുടെയും ഭാഷയിൽ മറുപടി നൽകിയ ഗാന്ധിയാണ്. വിദ്വേഷങ്ങളാൽ ഹിന്ദുത്വ രാഷ്ട്ര പര്യടനം നടത്തുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ നടന്ന ഭാരത് ജോഡോ യാത്രയുടെയും മണിപ്പൂർ മുതൽ മുമ്പ് വരെയുള്ള ന്യായ് യാത്രയുടെയും സമത്വം സൗന്ദര്യത്തെയും സ്നേഹമെന്ന യുവാനതയും രാജ്യം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. തൻ്റെ രാഷ്ട്രീയ പ്രസ്താവന തിരുത്തി മാപ്പ് പറയണമെന്ന് പറഞ്ഞവരോട് മേരാ നാം രാഹുൽ സവർക്കറിനെയും മേരാ നാം രാഹുൽ ഗാന്ധിയും എന്ന് പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ പേര് കൂടിയാണ് രാഹുൽ ഗാന്ധി. ഔദ്യോഗിക വസ്തു പോലും നിഷേധിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയെ മേരാ ഘർ അപ്നാ ഘർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനത സ്വീകരിച്ചത് പാർലമെന്റിലേക്ക് കൂടുതൽ ശക്തിയോടെ തിരിച്ചയക്കാനായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ ഭരണകൂടം. വംശഹത്യ തുടരുമ്പോൾ, വർഗീയത പടരുമ്പോൾ, ആക്രമണത്തിന് ആക്കം കൂട്ടുമ്പോൾ, രവീന്ദ്രനാഥ ടാഗോർ പാടിയതുപോലെ ഇരുണ്ട മേഘങ്ങൾ ആകാശത്തെ മൂടുമ്പോൾ, ഇരുട്ടു സത്യത്തെ വിഴുങ്ങുമ്പോൾ, ലോകം ഭയന്നു മുമ്പിൽ തലകുനിച്ച് നിൽക്കുമ്പോൾ, നീ ജ്വാലയാകു രാഹുൽ ഗാന്ധി, നാളെയുടെ പ്രതീക്ഷയാണ് നിങ്ങൾ.